ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾ സ്കൂൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു രാവിലെ എണീച്ച പാടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതൊരു മടി പിടിച്ച കാര്യമാണല്ലോ. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും കേട്ടോ. ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ മക്കളോട് ചോദിക്കും കിടക്കുന്ന സമയത്ത് എന്താണ് നാളെ മോർണിംഗിൽ വേണ്ടതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവർ പറയും എന്താ വേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മൾ ദോശക്കൊക്കെ കൂടുതലായിട്ട് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, അതുപോലെ ദോശ ഉണ്ടാക്കാം. അതൊക്കെ എളുപ്പമുള്ള പണികളാണ് കേട്ടോ. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് തന്നെ ഒരു മടി പിടിച്ച ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഓരോ ബുദ്ധിമുട്ടറിയുക. പിന്നെ ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ അന്ന് ഇക്ക മരം കൊണ്ട് പോളിഷ് ചെയ്ത സംഭവം. അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു മാങ്ങ കാണാൻ നല്ല രസമല്ലേ. ഇത് എൻ്റെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ. കിളിച്ചുണ്ടൻ മാങ്ങയാണ്. അപ്പോൾ ഹംനു ഇവിടെ ടാബിൽ എന്തോ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളങ്ങനെ പുറത്തൊന്നും പോയി കളിക്കലില്ല കേട്ടോ. മിക്ക സമയവും വീടിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ പാത്രം കഴുകുന്ന ലിക്വിഡ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് വെക്കുകയാണ്. പിന്നെന്താ പറയുക, നമ്മൾ ചെറിയ മക്കളുള്ള വീടാണെങ്കിൽ നമ്മൾ എത്ര നേരത്തെ പണി ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞാലും അത് ശരിയാവില്ല കേട്ടോ. അത് എത്ര നേരം വൈകുന്നോ അത്രയും വൈകും. അതിപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ അവൾക്കിപ്പോൾ ഫുഡ് കൊടുക്കൽ തുടങ്ങി. പിന്നെ അവളുടെ കളിയും ചിരിയൊക്കെ കണ്ടിരിക്കുമ്പോൾ തന്നെ സമയം പോകണത് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പണികളും പെൻഡിങ് ആയിട്ട് വരും. എന്നാലും മാക്സിമം നേരത്തെ പണികളൊക്കെ കഴിക്കാൻ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ. അപ്പോൾ ഇനി മക്കളുടെ പഠിത്തവും ഇവളെ നോക്കലും എല്ലാം കൂടെ ആകുമ്പോൾ എത്രത്തോളം വീഡിയോസ് ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ മാക്സിമം വീഡിയോസ് ഇടും. അപ്പോൾ എൻ്റെ ഉമ്മ നിൽക്കാൻ വന്നിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഉമ്മ ഉച്ചക്കത്തെ കറികൾക്കും ഉപ്പേരിക്കൊക്കെ ഉള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഞങ്ങൾക്ക് ചോറും ചിക്കൻ ഫ്രൈ, അതുപോലെ കറി, പാവക്ക ഉപ്പേരി അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഉമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മ തന്നെയാണ് എല്ലാം ഉണ്ടാക്കാറ്. അപ്പോൾ പിന്നെ ഞാൻ കിച്ചണിലേക്കൊന്നും പോകാറില്ല കേട്ടോ. ഐഫോനെ വെച്ച് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോൾ അവൾ മുട്ട കുത്താനും കൂടെ തുടങ്ങിയപ്പോൾ ഒരു ഭാഗത്ത് ഇരിക്കൂല. അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങിട്ടോ. മക്കൾക്ക് സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ ടൗണിലുള്ള ജാംജൂം ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ ഒരുപാട് സ്കൂൾ ഓഫർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ബാഗും കാര്യങ്ങളൊന്നും ഇവർക്ക് വാങ്ങേണ്ടതില്ല. അത് ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നോട്ട്സ്, പെൻസില്, പെന്ന്, അതുപോലെ സ്കെയിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടല്ലോ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഹാദി അവന് വേണ്ടിയിട്ടുള്ള ബുക്സൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അമ്മനും അവളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവൾക്ക് വേണ്ടതും എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളിലും ഓഫർ കാണിക്കുന്നുണ്ട് കേട്ടോ. 20% ഓഫറൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അവനിഷ്ടമായതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളത് അവർ തന്നെ തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഇഷ്ടമായത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ഉപയോഗിക്കാനൊരു മൂഡുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യൽ. അവർക്ക് ഇഷ്ടമായത് എന്താണോ അതെടുക്കാൻ പറച്ചിലാണ്.
അപ്പോൾ ഹംനു നെയിം സ്ലിപ്പിൽ അവൾക്ക് ഇഷ്ടമായതൊക്കെ നോക്കട്ടോ, ബാർബിയുടെ ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. പക്ഷെ അത് കിട്ടിയില്ല. അവിടെ ഇത്ര നെയിം സ്ലിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഫ്ലവേഴ്സിൻ്റെ ഒക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അവൾക്ക് ബോക്സ് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ബോക്സ് അവൾക്ക് ഇഷ്ടമായതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞങ്ങളിതാ ഇതുപോലത്തെ പൗച്ച് കണ്ടത് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്, യൂണിക്കോണിൻ്റെ പല കളേഴ്സിലുള്ളതും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ 160 അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ ഇതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാണ് ചെയ്തത്. പിന്നെ അവൾ ബോട്ടിലും അതുപോലെ തന്നെ പിന്നെ സ്നാക്ക് ബോക്സും കൂടെ നോക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ബോട്ടിൽസ് ഉണ്ട്, ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ആദിക്ക് ബ്ലാക്ക് വേണം പറഞ്ഞിട്ട് അത് തിരഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതാ അങ്ങനെ ഏകദേശം എല്ലാം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബില്ലാക്കണം. അപ്പോൾ ബില്ലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴേക്ക് പോവാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെ കേട്ടോ. സ്കൂൾ തുറക്കണതിൻ്റെ മുൻപായിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും കേട്ടോ ഹംന. ആദ്യമൊക്കെ പിന്നെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവൾക്ക് അങ്ങനെയല്ല, ബുക്സൊക്കെ നേരത്തെ കിട്ടണം, ബുക്സൊക്കെ പെട്ടെന്ന് തന്നെ കവർ ചെയ്യണം, സ്കൂളിലേക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡിലാണ് കേട്ടോ. ഇപ്പോൾ ഇവർ രണ്ടുപേരും പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ സ്കൂളിലായിരുന്നു കേട്ടോ. അപ്പോൾ പ്രാവശ്യം ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹംനു ഹിൽ ടോപ്പിലാണ് കേട്ടോ, കുന്നക്കാവ്. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെന്താ, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ വേറെന്താ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. പിന്നെന്താ പറയുക, ഇനിയിപ്പോൾ ഹംനുവിന് ഈ ബുക്സൊക്കെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് കാണിക്കാനുണ്ടാവും കേട്ടോ. അവൾക്ക് ഇനി സ്കൂൾ തുറക്കുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇതാ അവൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് അവൾ കാണിക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമായത് ഇതാ ഈ പൗച്ചാണ്, യൂണിക്കോണിൻ്റെ. അപ്പോൾ ഇതിനിങ്ങനെ കുറേ പ്രാവശ്യം പുറത്തേക്ക് എടുക്കും, നോക്കും. സ്കൂൾ തുറക്കുന്നത് വരെ ഇത് തന്നെ ആയിരിക്കും കേട്ടോ പണി. പിന്നെ ഇവളുടെ എല്ലാ സാധനങ്ങളും മേടിച്ച് കൊടുത്ത് അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ എപ്പോഴും. എന്താ പറയുക, ചീത്തയാക്കി കളയൂല, എല്ലാം സേഫായിട്ട് എടുത്ത് വെക്കും കേട്ടോ അവൾ. അപ്പോൾ പിന്നെ അവൾക്ക് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കാൻ നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ. പിന്നെ നോട്ട്സ് ആണെങ്കിലും എല്ലാം നീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ അവളുടെ ഡ്രോയിങ്സ്, കളറിങ് എല്ലാം അവൾ നേരെ എടുത്ത് വെക്കും കേട്ടോ. മാഷാ അല്ലാ, അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാ സാധനങ്ങളും മേടിച്ച് കൊടുക്കാൻ നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ. നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നും കാണുമ്പോൾ. അപ്പോൾ ഇതാ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.